ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരിപ്പൊടിയും കടലമാവും കൂടെ മിക്സ് ചെയ്ത് തയ്യാറാക്കുന്ന നല്ലൊരു മുറുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നല്ല സോഫ്റ്റാണ്, അതേസമയം ക്രിസ്പിയുമാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുതേ. കൂടാതെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. 240 ml കപ്പിൽ 1 കപ്പ് കടലപ്പൊടി ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 3/4 കപ്പ് ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികമായി പോകാതെ ശ്രദ്ധിക്കണം. ഇനി എരിവിനും കളറിനുമായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റും അയമോദകത്തിൻ്റെ ടേസ്റ്റും എള്ളിൻ്റെ ടേസ്റ്റും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അതെല്ലാം വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 1.5 ടീസ്പൂൺ നെയ്യൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മുറുക്കിൻ്റെ മാവ് കുഴയ്ക്കുന്നത് സാധാ നോർമൽ വെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. ചൂടുവെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല. സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൈ വെച്ച് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. മാവ് വല്ലാതെ ലൂസാകാനും പാടില്ല, അതേസമയം ടൈറ്റായി പോകാനും പാടില്ല. വല്ല ടൈറ്റായിട്ടുള്ള മാവാണെങ്കിൽ അത് അച്ചിൽ നിന്ന് വീഴുമ്പോൾ പൊട്ടി വീണ് കളിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് ഇത് നമ്മൾ കുഴച്ചെടുക്കണം. ഇനി ഇടിയപ്പത്തിൻ്റെ അച്ചിൽ നമുക്ക് മുറുക്കിൻ്റെ ചില്ല് ഇട്ട് കൊടുത്ത ശേഷം അതിലാണ് മുറുക്ക് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് മാവ് നിറച്ച് കൊടുക്കണം. ഇനി ഇവിടെ ചപ്പാത്തിയുടെ പലകയിൽ നെയ്യ് തൂവിയ ശേഷം അതിൻ്റെ മുകളിലാണ് ഞാൻ മുറുക്കുകൾ ഇതുപോലെ തയ്യാറാക്കിയെടുക്കുന്നത്. ഈ സ്റ്റീൽ പ്ലേറ്റിൻ്റെ മുകളിൽ എണ്ണ തൂവിയ ശേഷം അതിന് മുകളിൽ ഇതുപോലെ മുറുക്കുകൾ തയ്യാറാക്കിയെടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം മുറുക്കുകൾ അതിലേക്കെടുത്ത് ഇട്ട് കൊടുക്കാം. മുറുക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം മീഡിയത്തിലും താഴെയാക്കി വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ മുറുക്കിൻ്റെ കളറ് പെട്ടെന്ന് ബ്രൗൺ കളറായി പോകും. അപ്പോൾ കുറച്ച് സമയം എടുത്ത് ഈ മുറുക്ക് നല്ല ഗോൾഡൻ കളറാവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇതിൻ്റെ ടേസ്റ്റ് വളരെയധികം ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുറഞ്ഞ ചേരുവ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ക്രിസ്പിയുമായിട്ടുള്ള ഒരു മുറുക്കാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.